ഹലോ ഫ്രണ്ട്സ്, TechCornerന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണ് ഞങ്ങൾ 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നത്. അതിന് കാരണക്കാരായ കുറേ പേരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് വാച്ച് ആണ്. സോ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നോയ്സ്ഫിറ്റ് ആക്റ്റീവ് ഫിറ്റ്നസ് സ്മാർട്ട് വാച്ചാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ നോയ്സ്ഫിറ്റ് ആക്റ്റീവ് സ്മാർട്ട് വാച്ച് വരുന്ന ബോക്സ് എന്ന് പറയുന്നത്. സോ ഫ്രണ്ടിൽ തന്നെ നോയ്സ് എഴുതുന്ന ഒരു ബ്രാൻഡിങ് ചെയ്തിട്ട് ബ്രാൻഡിന്റെ മോഡൽ നെയിം എഴുതുന്നത് നോയ്സ്ഫിറ്റ് ആക്റ്റീവ് ആണ്. സോ അത് മാത്രമല്ല നമ്മുടെ മോഡൽ വരുന്നത് വാച്ച് വരുന്ന രണ്ട് വേരിയന്റ് ഉണ്ട്. ഒരു ബ്ലാക്ക് കളറും വേരിയന്റ് സ്ട്രാപ്പ് വേരിയന്റ് ഉണ്ട്, അതുപോലെ റെഡ് സ്ട്രാപ്പ് വേരിയന്റ് ഉണ്ട്. ഈ വേരിയന്റിന്റെ പേര് റോബസ്റ്റ് ബ്ലാക്ക് എന്നാണ്. അതായത് ഈ എഡിഷൻ ആയിരിക്കും നമുക്ക് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ റെഡ് കളറിലുള്ള വേരിയേഷൻ ഇതുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഇതിൽ 2 അവാർഡ്സ് ഉണ്ട്, ടോപ്പ് 1 2020 അവാർഡുകളും കാര്യങ്ങളും, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. സോ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നോയ്സ്ഫിറ്റിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ SpO2 ലെവൽസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. സ്ട്രെസ് മോണിറ്റർ ഉണ്ട് നമ്മുടെ ഈ സ്മാർട്ട് വാച്ചിൻ്റെ അകത്ത്. അതുപോലെ ഫീമെയിൽ ഹെൽത്ത് ട്രാക്കിംഗ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള സ്മാർട്ട് ബാൻഡുകളിലൊന്നും അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചുകളൊന്നും കാണാത്തൊരു ഫീച്ചറാണ് ഫീമെയിൽ ഹെൽത്ത് ട്രാക്കിംഗ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് നമ്മുടെ ഫോണിലെ നോയ്സ്ഫിറ്റ് ആപ്പായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലേഡീസിന് അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൊവൈഡറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് വാച്ച് വഴി. ഇതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസാണ് ഇതിന് 1.28 ഇഞ്ചിൻ്റെ TFT കളർ ടച്ച് സ്ക്രീൻ ആണ് കമ്പനി ഇതിനോട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 240x240 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ്, അതായത് വാച്ചിൻ്റെ ഫേസസ്, അതായത് നമ്മുടെ മെയിൻ സ്ക്രീൻ ഹോം സ്ക്രീൻ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വഴി ഞാൻ കാണിച്ചു തരാം. പിന്നെ മെയിൻ തിങ് ആണ് നമ്മുടെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 5 to 7 days ആണ് ഇതിന്റെ ബാറ്ററി ലൈഫ്. അതായത് ഫുൾ ചാർജിൽ 5 to 7 വരെയാണ് ബാറ്ററി ലൈഫ് കമ്പനി പറഞ്ഞത്. പിന്നെ 5 ATM വാട്ടർ പ്രൂഫാണ്. നമുക്ക് അത്യാവശ്യം സ്വിമ്മിംഗ് പൂളിലും കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്വിം ചെയ്യണവർ അങ്ങനെ എക്സസൈസ് ചെയ്യുന്നവർക്കാണെങ്കിലും സിമ്പിളായിട്ട് വെള്ളം കയറാതെ പ്രശ്നമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ് ഇത് നോയ്സ്ഫിറ്റ് ആക്റ്റീവ് എന്ന് പറയുന്നത്. ഇതെല്ലാം അല്ലാണ്ട് 14 സ്പോർട്ട് മോഡ്സ് അഡീഷണലി കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാച്ചിൻ്റെ അകത്ത്. സോ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. സോ ഇതാണ് നമ്മുടെ നോയ്സ്ഫിറ്റ് ആക്റ്റീവ് സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഈ വാച്ച് നമ്മുടെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ആദ്യം ഫീൽ ചെയ്യുന്ന കാര്യം ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. സോ ഇത്രയും ലൈറ്റ് വെയിറ്റ് ബോഡി എല്ലാം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ട്രാപ്പുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇവർ സ്ട്രാപ്പ് ഉണ്ടാക്കിയിരുന്നത്. സ്ട്രാപ്പിൻ്റെ ഇവിടെ ഒരു നോയ്സിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. നല്ലൊരു സ്ട്രാപ്പാണ്, നല്ല ഹുക്കുകളും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ സ്ക്രീനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എന്ന് പറയാൻ വന്നേക്കുന്നത് 1.28 ഇഞ്ചിൻ്റെ, നേരത്തെ പറഞ്ഞാൽ 1.28 ഇഞ്ചിൻ്റെ TFT ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഫിനിഷിങ്ങോടുകൂടിയുള്ള തന്നെയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ചുറ്റും റിംഗ് ഉണ്ട്. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് റിംഗ് ഉള്ള ഒരു സ്വിച്ചും താഴെ ഒരു നോർമൽ ഒരു ബട്ടൺ ഉണ്ട്. ഈ 2 ബട്ടൺ എന്ന് പറയുന്നത് ആദ്യത്തെ ബട്ടൺ റെഡ് റിംഗ് ഉള്ള ബട്ടൺ എന്ന് പറയുന്നത് ടോപ്പിലെ ബട്ടൺ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ മെനു സെലക്ഷൻ സ്ക്രീൻ വേക്ക് ചെയ്യാനുള്ള പ്രസ് ചെയ്ത് സ്ക്രീൻ വേക്ക് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. താഴത്തേനെയും വെച്ച് ക്ലിക്ക് ചെയ്താൽ സ്ക്രീൻ വേക്ക് ആവും. ബട്ട് നമ്മളതൊരു മൾട്ടി ഓപ്ഷൻ ബട്ടൺ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. വഴി അത് പറഞ്ഞുതരാം അതിനുള്ളതാണ്. സോ ഇതൊക്കെയാണ് മെയിൻലി ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ പറയാനുള്ളൂ. മൊത്തത്തിൽ പിന്നെ പുറകോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോയ്സ്ഫിറ്റ് ആക്റ്റീവിന്റെ ആക്റ്റീവ് വാച്ചിന്റെ തന്നെ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ആണ്. അതൊന്ന് ഞാൻ പറഞ്ഞ SpO2 അതായത് ബ്ലഡ് ഓക്സിജൻ ലെവൽ നമുക്ക് മെഷർ ചെയ്യാൻ അതിനുള്ള ഒരു സെൻസർ ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യാനുള്ള ഒരു സെൻസർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല താഴോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ചാർജിംഗ് പോർട്ടാണ്. ചാർജിംഗ് പോർട്ടിന് പ്രത്യേക സവിശേഷത ഉണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് പ്രത്യേകതയാണ് ഡിസൈൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ്. പിന്നെ പോകുകയാണെങ്കിൽ സ്ട്രാപ്പിന്റെ ഇവിടെ കണ്ടു നോച്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാപ്പ് ഈസിലി റിമൂവബിൾ ആണ്. നമുക്ക് സ്ട്രാപ്പ് ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ വേറെ കളർ വാങ്ങിയിടണം. ആമസോണിൽ ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അത് മാറ്റിയിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നോച്ചിന്റെ സൈഡിലേക്ക് വലിച്ചിട്ട് സ്ട്രാപ്പ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. കൺവെൻഷണൽ സ്ട്രാപ്പുകളൊക്കെ കണ്ടോ ഇട്ടിട്ട് എന്തെങ്കിലും ഇട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ വലിച്ചേക്ക് എടുക്കണം. പക്ഷേ ഇതിന് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് മാറ്റി റിമൂവ് ചെയ്യാനുള്ളൂ. ഓവറോൾ ടോട്ടൽ ലുക്കിൽ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഇനി ഇത് പെയർ ചെയ്യണം. പെയർ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നോയ്സ്ഫിറ്റിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് എന്തെങ്കിലും QR കോഡ് സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി നോയ്സ്ഫിറ്റിന്റെ ആപ്പ് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അതിനുശേഷം വന്നിട്ട് നമ്മൾ ഇവിടെ ഇവർ ഓൾറെഡി എഴുതി ഡൗൺലോഡ് നോയ്സ്ഫിറ്റ് ആപ്പ് ടു യുവർ ഫോൺ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന്. അതിനുശേഷം നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു QR കോഡ് വരും. ആ ആപ്പ് വെച്ച് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുക. ആ QR കോഡ് സ്കാൻ ചെയ്യുന്ന ആപ്പ് ഓപ്പൺ ആവും. സോ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. നമ്മൾ ചുമ്മാ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ ചുമ്മാ നോയ്സ്ഫിറ്റ് എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ആപ്പാണ് നോയ്സ്ഫിറ്റിൻ്റെ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പെയർ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെർച്ചിങ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും, സെർച്ചിങ് നിയർ ബൈ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. സോ ഇതിൽ ഓൾറെഡി ഇത് എന്താ പറയുക നമ്മുടെ നോയ്സ്ഫിറ്റ് ആക്റ്റീവ് എൻ്റെ ഇവിടെ ഓൺ ആയതുകൊണ്ട് അവൻ്റെ മാക് അഡ്രസ്സും കാര്യങ്ങളും വെച്ചിട്ട് കണ്ടു ഓൾറെഡി ഡിറ്റക്ട് ചെയ്തു. സോ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പെയറിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞ് കാണിക്കും. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണിച്ചു, ഒരു വലിയൊരു വൈബ്രേഷനോട് കൂടി തന്നെ ഇവിടെ കാണിക്കും നമ്മുടെ ഫോണിൻ്റെ. സോ നമ്മളത് ടച്ച് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈൻഡിംഗ് എന്നുള്ള ഓപ്ഷൻ കാണിച്ചു. കണ്ടോ, ബൗണ്ട് സക്സസ്ഫുള്ളി എന്ന ഓപ്ഷൻ കാണിക്കും. കണ്ടോ, നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ആപ്പിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഡീഫോൾട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഡിസ്പ്ലേ സ്ക്രീൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളൊരു അനലോഗ് വാച്ചിൻ്റെ ഡിജിറ്റൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അവിടെ കാണിച്ചേക്കുന്നത്. സോ മൂവിങ് ഓൺ, അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ നമ്മൾ പല സൈഡുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് കാണിക്കും. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ബേസിക് ഫംഗ്ഷനാലിറ്റീസ് ഒക്കെയാണ്. അതായത് സ്ട്രെസ് മോണിറ്ററിങ്, എന്താ പറയുക, ഹാർട്ട് റേറ്റ് മോണിറ്റർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്സ്, നമ്പർ ഓഫ് കൗണ്ട്സ്, സ്റ്റെപ്സും കാര്യങ്ങളും, കാലറീസ് ബേൺഡ്, അതൊക്കെ നമുക്ക് ഒറ്റ കാണിക്കാൻ പറ്റും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോയാൽ മതി. ഒന്നില്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം, അതുപോലെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താലും സെയിം കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇനി കാണിക്കാനുള്ളത് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യണം. നമ്മുടെ മുകളിൽ നമുക്ക് 2 ബട്ടൺസ് ഉണ്ട്. സോ ആദ്യം നമ്മൾ മുകളിലത്തെ റെഡ് റിംഗ് ഉള്ള ബട്ടൺ നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓർഡർ ഡിഫറെന്റ് കാണിക്കും. ഹെൽത്ത് ഡാറ്റ, സ്പോർട്സ് മോഡ്, പല സ്പോർട്ട് മോഡുകൾ, അതിൻ്റെ റെക്കോർഡ്സ് കാര്യങ്ങൾ, ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ, സ്ലീപ്പ് മോണിറ്റർ ചെയ്യാൻ, ബ്ലഡ് ഓക്സിജൻ ലെവൽ, സ്ട്രെസ്, ബ്രീത്ത്, പിന്നെ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യാൻ, ടൈമർ സെറ്റ് ചെയ്യാൻ, അലാം സെറ്റ് ചെയ്യാം. നമുക്ക് മ്യൂസിക് സെറ്റ് ചെയ്യല്ല, നമ്മൾ മ്യൂസിക് നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ ആപ്പിൾ ഫോണിലായിക്കോട്ടെ, നമ്മൾ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം, ഫ്രണ്ട് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാൻ, നെക്സ്റ്റ് അടിക്കാനൊക്കെ. പിന്നെ വെതർ മോണിറ്ററിംഗ്, പിന്നെ ഫൈൻ ഫോൺ, അതായത് നമ്മൾ ഫോണായിട്ട് പെയ്ഡ് ആണെങ്കിൽ ഫോൺ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയാൽ കാണാണ്ട് വെക്കാൻ ഫൈൻ ഫോൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇതുണ്ട്. പിന്നെ നമ്മൾ സെറ്റിംഗ്സ് ആണ്, നമുക്ക് സ്ക്രീൻ ഓൺ ടൈം, ബ്രൈറ്റ്നസ്, വാച്ചിന്റെ ഫേസസ് മാറ്റാനുള്ള കാര്യങ്ങൾ, റീസെറ്റ്, റീസ്റ്റാർട്ട്, ഫോൺ ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ഒരിടത്ത മെനു തിരിച്ചു പോകാനായിട്ട് നമ്മൾ സൈഡിലേക്ക് നിങ്ങൾ സ്വൈപ്പ് ചെയ്താൽ മതി. ഈ ഒരു മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ ഉണ്ട്. അതെന്ന് വെച്ചാൽ മെയിൻലി ഈ വാച്ച് എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് മോഡ് അല്ലെങ്കിൽ സ്പോർട്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാച്ചാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പോർട്ട് മോഡ്സ് ഉണ്ട്. താഴെ ഈ മൾട്ടി ഫംഗ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് സ്പോർട്ട് മോഡ്സ് ഓൺ ആയി വരും. ഔട്ട്ഡോർ ആണ്, ഇൻഡോർ ആണ്, ഔട്ട്ഡോർ വാക്ക്, ഇൻഡോർ വാക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ, പൂൾ സ്വിമ്മിങ്, ഇൻഡോർ സൈക്ലിംഗ്, കുറേ കാര്യങ്ങൾ, ഒരു 14ഓളം സ്പോർട്ട് മോഡ്, ഡിഫറെൻറ്റ് സ്പോർട്ട് മോഡുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കാര്യങ്ങൾ. സോ ബാക്കിലേക്ക് സ്വൈപ്പ് ചെയ്ത് തിരിച്ച് അതുപോലെ തന്നെ വരും. സോ നമുക്ക് ഏതൊരു സ്പോർട്ട് മോഡ് എടുക്കണമെങ്കിൽ ഔട്ട്ഡോർ ആണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഒരു ടൈമറൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തോളും, റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തോളും. അപ്പോൾ പുറകിൽ വന്നിട്ട് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനുള്ള സെൻസർ ഓൺ ആവും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക, റെഡ് റിംഗ് ഉള്ള അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ പോസ് ചെയ്യുക. സോ എന്താ വർക്കൗട്ട്, ദാറ്റ്സ് ഓൾ. നമുക്ക് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നമ്മുടെ വാച്ചിലെ ടൈം ഡിഫോൾട്ടുള്ള ഡിജിറ്റൽ ടൈമായിട്ട് കാണിക്കും. ബാറ്ററി സ്റ്റാറ്റസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഡേറ്റ് ആൻഡ് ടൈമും കാര്യങ്ങളും, പിന്നെ ഓരോ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കാണിക്കും. സ്ക്രീൻ ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. 1 ലെവൽ, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. ബ്രൈറ്റ്നസ് ഞാൻ ഏകദേശം 2 ഇട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ലൈറ്റിംഗ് ഉണ്ട്. ഔട്ട്ഡോർ പോയാൽ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉള്ളത് കിട്ടും. പിന്നെ നമുക്ക് ബേസിക് സെറ്റിംഗ്സ്, സ്ക്രീൻ ഓൺ ടൈം, വാച്ച് ഫേസസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിംഗ്സ് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മുകളിൽ താഴോട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ, അതായത് നമ്മൾ ഫോണൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മെസ്സേജസ് വന്നാലും അതിൽ ആപ്പിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നാലും അതൊക്കെ കാണിക്കും ഇവിടെ. പിന്നെ നമുക്ക് വാച്ച് ഫേസസ് നമുക്കൊന്ന് മാറ്റി നോക്കാം. വാച്ച് ഫേസസ് മാറ്റാനായിട്ട് നമ്മൾ എടുക്കുക, സെറ്റിംഗ്സ് ഒന്ന് എടുക്കുക. വാച്ചിന്റെ ഫേസസ് ഉണ്ട്. സോ നമുക്ക് മൾട്ടിപ്പിൾ വാച്ച് ഫേസസ് ഉണ്ട്. സോ അതിലെന്ന് വെച്ചാൽ ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന 2-3 വാച്ച് ഫേസസ് ഉണ്ട്. നമുക്ക് ആപ്പ് വഴി കണക്ട് ചെയ്താൽ മൾട്ടിപ്പിൾ വേറെ കുറേ കൂടി വാച്ച് ഫേസസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിടാം. പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് നിങ്ങൾ റീപ്ലേസ് ആയിട്ടേ അത് വരത്തുള്ളൂ. അതിൻ്റെ എക്സ്ട്രാ സ്റ്റോറേജ് അതിനായിട്ട് മാത്രമില്ല. സോ ഇതൊരു വാച്ച് ഫേസ്, ഒരു ഡിജിറ്റൽ ലുക്കുള്ള ഒരു വാച്ചായിട്ട് ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡിസ്പ്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട് കാര്യങ്ങൾ. പിന്നെ വേറെ വാച്ച് ഫേസസ് ആണ് ഇത്. സോ ഇതൊക്കെയാണ് മെയിൻലി വന്ന വാച്ച് ഫേസസ് എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ, നമുക്ക് ഹാർട്ട് റേറ്റ്, നമ്മൾ ബ്ലഡ് ഓക്സിജൻ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാച്ച് അത്യാവശ്യം നല്ല ഫിറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ ഈ നോയ്സ്ഫിറ്റിന്റെ ഈ ഒരു സ്ട്രാപ്പിന്റെ ഈ ഒരു ഹുക്കിന്റെ അകത്തായിട്ട് സൂക്ഷിച്ചൊക്കെ കാണാം ഒരു ഹുക്ക് പോലെ ഉണ്ട്. അഡീഷണൽ പ്രൊട്ടക്ഷൻ ആണ്, ഇവിടെ ലോക്ക് ചെയ്ത് നിൽക്കണമല്ലാണ്ട് ഈ ഒരു ഹുക്കുകളുടെ ഹോളുകളിലേക്ക് ആ ഒരു ഇതും കൂടി കയറിയിരുന്നുള്ളൂ. സോ അത്രയും നല്ല ഫിറ്റ് ആയിട്ട് സ്ട്രാപ്പ് ഇതിന്റെ അകത്ത് ഊരി പോകണ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. സോ നമുക്ക് നേരെ നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് നമുക്ക് ആദ്യം നോക്കാം. സോ അതിന് മുകളിലത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഹാർട്ട് റേറ്റ് മോണിറ്റർ. സോ ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് കാണാം. സോ എൻ്റെ ഹാർട്ട് റേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് 98, 94 ആ ഒരു ഇതാണ് എൻ്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അടുത്ത ബ്ലഡ് ഓക്സിജൻ ലെവലും നമുക്ക് ചെക്ക് ചെയ്യാം. ബ്ലഡ് ഓക്സിജൻ നമ്മൾ പ്ലീസ് കീപ് ചെയ്യുന്നത് അതിൽ SpO2 ലെവൽ, അതാണ് പറയുന്നത് ബ്ലഡ് ഓക്സിജൻ ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം.
സോ 99% ആണ് ഇതിൻ്റെ SPO2 എന്ന് പറയുന്നത് നമുക്ക് ലെവൽ എന്ന് പറയുന്നത് കാണാവുന്ന പോലെ. നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യണേ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. സോ നമുക്ക് അത് ഒന്നുകൂടി കണക്ട് ചെയ്യാൻ നോക്കാൻ പറ്റും. അടുത്തത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാച്ച് ഫേസ് ആണ്. അതായത് വാച്ച് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെന്റ് വാച്ച് ഫേസുകൾ ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മുടെ വാച്ചിന്റെ അകത്തുള്ള ഫേസസ് എല്ലാം റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും ഈ വാച്ച് ഫേസ് വരുന്നത്. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡിങ് വാച്ച് ഫേസ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും, ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. സോ അതിനുശേഷം നമ്മൾ അത് വാച്ച് ഫേസ് അത് ട്രാൻസ്ഫർ ചെയ്യും. അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മുടെ സ്മാർട്ട് വാച്ചിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം കണ്ടോ ഇപ്പോൾ ആ ഒരു ലുക്കായി. പിന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ സന്തോഷം തോന്നി എനിക്ക് കാര്യം വെച്ചാൽ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ഒരു ആപ്പിൽ പ്രൊവൈഡ് ചെയ്ത് വെക്കണതല്ലാണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. സോ ഞാൻ കസ്റ്റമൈസ് ചെയ്ത ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് എൻ്റെ ഒരു പടമാണ്. കസ്റ്റമൈസ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. കസ്റ്റമൈസ് വാച്ച് എന്ന് കൊടുക്കുക, എന്നിട്ട് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിലേക്ക് പോകും. സോ അതിൽ നമ്മുടെ ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്. കണ്ടോ, ഈ ഫോട്ടോ എനിക്ക് എൻ്റെ വേണേ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാച്ച് നേരെ ഇതുപോലെ ട്രാൻസ്ഫറിങ് കാണിക്കും. കണ്ടോ, വാച്ച് സിങ്ക് ചെയ്യണമെന്നുണ്ടോ, വാച്ച് സിങ്ക് ചെയ്യണമെന്ന് കാണിക്കും. കണ്ടോ, വാച്ച് ഫേസ് എൻ്റെ ഫേസായി. കണ്ടോ, സോ അത് വളരെ ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു ഫേസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോകൾ നമുക്ക് നമ്മുടെ വാച്ചിൻ്റെ ഫേസ് ആക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. ദാറ്റ്സ് എ ഗുഡ് തിങ്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വാച്ചിന്റെ ചാർജറിനെ പറ്റിയാണ്. പക്ഷേ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മാഗ്നറ്റിക് ചാർജറാണ്. അത് നമുക്ക് ഇങ്ങനെ ഒരു കേബിൾ മാത്രം ഇട്ടിട്ട് നമ്മുടെ ഫോണിന്റെ ചാർജർ അഡാപ്റ്ററിൽ കുത്തി കഴിഞ്ഞാൽ മതി. നമ്മുടെ ലാപ്ടോപ്പുകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പവർ സോഴ്സുകളിലോ USB വഴി കുത്തി കഴിഞ്ഞാൽ വാച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ചാർജ് ചെയ്യുന്ന രീതിയുണ്ട്. നമ്മുടെ കൺവെൻഷണൽ നമ്മുടെ ഓട്ടോമിക്ക നമ്മുടെ സ്മാർട്ട് ബാൻഡുകളിൽ സ്മാർട്ട് ബാൻഡ് യൂണിറ്റ് സ്ട്രാപ്പ് ചെയ്ത് ഊരി നമ്മൾ വേറെ യൂണിറ്റിൽ ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ അതിന്റെ താഴെ പിടിപ്പിച്ച് വെക്കണം. നമ്മൾ മാനുവലി പ്രസ് ചെയ്ത് പിടിപ്പിച്ചൊക്കെ വെക്കാൻ ഒരു സാധനമായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ആണ്. സംഭവം ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഭയങ്കര ഇതാണോ ഇത്രയുള്ള കാര്യം. നമ്മൾ ഇതിന്റെ താഴെ കാണുന്നതാണ് നമ്മുടെ വാച്ചിന്റെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റിക് അത് അവിടെ പിടിച്ചിരുന്നോളൂ. സോ ജസ്റ്റ് അത്യാവശ്യം ഫോഴ്സ് കൊടുത്താൽ മാത്രം അത് വിട്ടു വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചാർജിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വൈബ്രേഷൻ വരും. വൈബ്രേഷൻ വന്നിട്ട് നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. ചാർജ് ചെയ്യാൻ കാണിച്ചുകൊണ്ടിരിക്കും. സോ ഇതാണ് ചാർജിങ്. സോ ഫ്രണ്ട്സ്, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് വാച്ച് നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കോൾ വരുമ്പോൾ എങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് കാണിച്ചു തരാം. സോ അതിനായിട്ട് ഓൾറെഡി എൻ്റെ വാച്ച് നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്കൊന്ന് കോൾ ഒന്ന് ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഫോണിൽ കോൾ വന്നു. സോ അതിവിടെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു വൈബ്രേഷൻ ഉണ്ട്, നല്ലോണം വൈബ്രേറ്റ് ഉണ്ട്. നമുക്ക് കയ്യിലിരുന്നാൽ നല്ലോണം രീതിയിൽ അറിയണ രീതിയിൽ തന്നെയാണ്. സോ നമുക്ക് കോൾ എടുക്കാനുള്ള ഓപ്ഷനല്ല, നമുക്കത് ഹാങ് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ നോയ്സ്ഫിറ്റ് സ്മാർട്ട് വാച്ചിന്റെ ഒരു പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് 1-2 കാര്യങ്ങൾ തോന്നിയുള്ളൂ. ഒന്ന് സ്ട്രാപ്പ് തന്നെയാണ്. കാരണം നല്ല മെറ്റീരിയൽ സ്ട്രാപ്പ് തന്നെയാണ്. പക്ഷേ ഈ ടൈപ്പ് സ്ട്രാപ്പുകളുടെ പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് ബ്രേക്ക് ആവാൻ അല്ലെങ്കിൽ മുറിഞ്ഞു പോകാൻ പറ്റും അങ്ങനത്തെ ഒരു സ്ട്രാപ്പാണ്. നമ്മുടെ ഒട്ടുമിക്ക വാച്ചുകളിലും മഞ്ഞ ടൈപ്പ് സ്ട്രാപ്പ് തന്നെയാണ് ഇത്. പക്ഷേ അത് പെട്ടെന്ന് മുറിഞ്ഞു കാലക്രമേണ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ കറൻസിലേക്ക് നല്ലോണം മുറിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പ്രശ്നമില്ല, കാരണം നമുക്ക് എന്താ ഈ സ്മാർട്ട് വാച്ചുകൾക്ക് വേറെ ചെയിൻ ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കുറച്ചും കൂടി കൂടിയ സ്ട്രാപ്പുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന സ്മാർട്ട് വാച്ചുകൾക്ക് ഡബിൾ ടാപ്പ് ചെയ്ത സ്ക്രീൻ വേക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്തില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഓൺ ആവും. പെട്ടെന്ന് വേക്ക് സ്ക്രീൻ എന്നുള്ളത് ടിൽറ്റ് ചെയ്ത സ്ക്രീൻ ഓൺ ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഓഫ് ആണ് നമ്മുടെ ബട്ടൺ മെനു കിട്ടിയിട്ടുണ്ട്. അത് ഡബിൾ ടാപ്പ് ചെയ്ത് നമ്മൾ ഓൺ ചെയ്യാനുള്ള ഒരു ഇതില്ല. അത് നെഗറ്റിവിറ്റി ആയിട്ട് പറയണം നിർബന്ധമില്ല, എല്ലാവർക്കും അത് ആവശ്യമില്ലാത്ത കാര്യമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. സോ പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമ്മൾ ഇത് എന്താ പറയുക, ഞാൻ പറഞ്ഞ 1.28 ഇഞ്ച് TFT ടച്ച് സ്ക്രീൻ ആണ്. പക്ഷേ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു സ്റ്റട്ടറിങ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു സ്മൂത്ത് അല്ല, ഫ്ലോ ഒരു സ്മൂത്ത് അല്ല, അതൊരു നെഗറ്റീവ് ആണ്. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ഇറ്റ്സ് ദ ബെസ്റ്റ്, അത് എപ്പോഴും ഞാൻ പറയും. സോ അത് ആ ഒരു 2-3 കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെയിലി യൂസ് കാര്യങ്ങൾക്കാണെങ്കിൽ ഈ വാച്ച് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വാച്ചാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഏകദേശം ഓൺലൈൻ മാർക്കറ്റിൽ 6000 റേഞ്ചിൽ കിടക്കുന്നതിന് ഡിസ്കൗണ്ടും കഴിച്ച് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത് 4000-നാണ് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വാച്ച് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഇതിൻ്റെ റോബസ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, പിന്നെ റെഡ് സ്ട്രാപ്പ് എന്നൊരു മോഡലുണ്ട്.
സോ ഇത്രയും സെറ്റിംഗ്സ്, അതായത് 14 സ്പോർട്ട് മോഡ്സും അഡീഷണലി വേറെ മോഡുകളും, എസ്പെഷ്യലി ഞാൻ പറഞ്ഞു എടുത്ത് പറയുകയാണ് ലേഡീസിന് അവരുടെ മെൻസ്ട്രുവൽ സൈക്കിൾ മോണിറ്റർ ചെയ്യാനുള്ള ഒരു മോഡും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വന്നതിന് പ്രൈസ് റേഞ്ചിനുള്ള ഈ വാച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓസം സ്മാർട്ട് വാച്ച്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എപ്പോഴും എനേബിൾ ആക്കിയിടുക. സോ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുടെ ഞാനും അനുഭവം വരുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ലെറ്റ്സ് ഫൈറ്റ് കോവിഡ്.